ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓഫർ ഓഹരി. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്കാൽപ്പിങ്ങിനെ പറ്റിയാണ്. അപ്പോൾ നമുക്ക് ഡേ ട്രേഡിങ്ങിൽ സ്റ്റോക്സുകളിൽ എങ്ങനെയാണ് സ്കാൽപ്പിങ്ങിൽ ലെവൽസ് മാർക്ക് ചെയ്യാൻ നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യമായി സെലക്ട് ചെയ്യുന്നത് ബജാജ് ഫിനാൻസ് ആണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ബജാജ് ഫിനാൻസിൻ്റെ ചാർട്ട് ഓപ്പൺ ചെയ്യുകയാണ്. ഇത് നമുക്ക് ലെവൽസ് മാർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ 5 മിനിറ്റ് ടൈം ഫ്രെയിമിലേക്കാണ് ചേഞ്ച് ചെയ്യുന്നത്. ഞാനിത് ഓപ്പൺ ഇൻട്രസ്റ്റ് ബേസ് ചെയ്തിട്ടാണ് ഈ സ്റ്റോക്കുകൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റുള്ള ലെവൽസ് ആണ് ഞാൻ ആദ്യം മാർക്ക് ചെയ്യുന്നത്. $8,900 ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് നിൽക്കുന്നത്. ആ ലെവൽസ് മാർക്ക് ചെയ്തു. ഇനി ഇതിനടുത്തുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ ആ ഒരു ലെവൽസ് ഞാൻ മാർക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ ആ ഒരു ലെവൽസും മാർക്ക് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഇവിടെ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു, ആ ലെവൽസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മളൊരു ഇൻഡിക്കേറ്റേഴ്സും യൂസ് ചെയ്യുന്നില്ല. 5 മിനിറ്റ് ക്യാൻഡിലിൻ്റെ ക്ലോസ് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എൻട്രി എടുക്കുന്നത്. ഇനി നമുക്ക് അടുത്ത സ്റ്റോക്സിൽ വലുതുണ്ടെന്ന് നോക്കാം. അതായത് LTP ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റിൻ്റെ അടുത്തുള്ള സ്റ്റോക്സുകളാണ് ഞാനിപ്പോൾ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ സോഫ്റ്റ്വെയർ നമ്മൾ സ്റ്റോക്ക് സെലക്ഷന് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. അതിനുശേഷം മാനുവലായിട്ടാണ് നമ്മൾ ലെവൽസ് മാർക്ക് ചെയ്യുന്നത് ചാർട്ടിൽ. ഇപ്പോൾ ബി സോഫ്റ്റ് ഇപ്പോൾ അടുത്താണ് നിൽക്കുന്നത്. ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റിൻ്റെ അടുത്താണ് ഇപ്പോൾ LTP നിൽക്കുന്നത്. ആ സ്റ്റോക്കിൻ്റെ ചാർട്ട് ഓപ്പൺ ചെയ്ത് മാർക്ക് ചെയ്യാം. ഇപ്പോൾ ബി സോഫ്റ്റ് ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് നിൽക്കുന്ന ലെവൽസ് എന്ന് പറയുന്നത് 410 ആണ്. ഇനി ഇതിൻ്റെ അടുത്ത് റെസിസ്റ്റൻസോ സപ്പോർട്ടോ ഉണ്ടോ നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. ഇനി അടുത്ത സ്റ്റോക്സ് നോക്കാം. അത് JSL ആണ്. അതിപ്പോൾ ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റിൻ്റെ അടുത്താണ് നിൽക്കുന്നത്. അപ്പോൾ 680 ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റുള്ള ലെവൽസ്. അത് മാർക്ക് ചെയ്തു. ഇനി ഇവിടെ ഒരു സപ്പോർട്ടുണ്ട്, അത് മാർക്ക് ചെയ്യാം. അപ്പോൾ ബി സോഫ്റ്റിൽ ഒരു ഡൗൺ ട്രെൻഡ് കാണിക്കുന്നുണ്ട്. ആ ലെവൽസിന് താഴെ 5 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്കാണെങ്കിൽ സെല്ലിലേക്ക് പോകാവുന്നതാണ്. ഇനി അടുത്ത സപ്പോർട്ട് ലെവൽ ഇതാണ്. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് അവിടെ നമ്മൾ സെല്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതായിരിക്കണം നമ്മുടെ ടാർഗറ്റ്. ഇപ്പോൾ ഇവിടെ നമ്മൾ സെല്ല് ചെയ്യാണ്. നമ്മൾ ടാർഗറ്റ് ലെവൽ എന്ന് പറയുന്നത് തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽസാണ്. നമ്മൾ പിവട്ട് പോയിന്റ്സ് ഒന്നല്ല യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് ക്യാൻഡിൽസിൻ്റെ ഹൈയും ലോയും മാർക്ക് ചെയ്തിട്ടാണ് നമ്മൾ സപ്പോർട്ട് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ബൈ ആണ്. നമ്മുടെ ലെവൽസിന് മുകളിലാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ബൈ ആക്റ്റീവ് ആയിട്ടുണ്ട്. നമ്മൾ അടുത്ത ടാർഗറ്റാണ് നോക്കുന്നത്. പക്ഷേ ഇതിന് മുകളിൽ ഒരു ലെവൽസ് കാണുന്നില്ല. അപ്പോൾ ഹൈയിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബജാജ് ഫിനാൻസ് ആക്റ്റീവ് ആയിട്ടില്ല. അപ്പോൾ ഏതെങ്കിലും ലെവൽസിന് മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ മാത്രമായിരിക്കും നമുക്കത് ആക്റ്റീവ് ആവത്തുള്ളൂ. ഇനി നമുക്ക് JSLൻ്റെ ടാർഗറ്റാണ് നോക്കേണ്ടത്. നമുക്ക് 1:2 റിസ്ക് റിവാർഡിൽ നോക്കാം. അപ്പോൾ ഇവിടെയാണ് നമ്മൾ എൻട്രി വന്നത്. ഈ ഒരു ക്യാൻഡിലിന് താഴെയാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് കാണാം. പിന്നെ 1:2 നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെയാണ് നമ്മൾ ടാർഗറ്റ് വരുന്നത്. ഓക്കെ, ഇനി ബി സോഫ്റ്റ് അപ് ട്രെൻഡിൽ പോവുകയാണെങ്കിൽ നമുക്ക് അടുത്ത റെസിസ്റ്റൻസ് ലെവലിൽ നിന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ഒരുപാട് ക്യാൻഡിൽസ് ടച്ച് ചെയ്യുന്ന കാണാൻ സാധിക്കും. ആ ലെവൽസ് ഒന്ന് മാർക്ക് ചെയ്യാം. തൊട്ട് മുകളിലുള്ള ലെവൽസ് മാർക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സ്കാൽപ്പിങ്ങിന് വേണ്ടി ലെവൽസ് മാർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ബി സോഫ്റ്റ് നിലവിൽ നമുക്ക് സെല്ലാണ് നിൽക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ലെവൽസിന് മുകളിൽ 5 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ബൈയിലേക്ക് മാറും. ഇനി നമുക്ക് ബജാജ് ഫിനാൻസിൻ്റെ അടുത്ത സപ്പോർട്ട് ലെവൽസ് നമുക്ക് മാർക്ക് ചെയ്യാം. ഇപ്പോൾ മാർക്കറ്റ് താഴേക്ക് വരാണെങ്കിൽ നമ്മൾ ഷോർട്ട് സെല്ല് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ടാർഗറ്റിന് വേണ്ടിയാണ്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ ഏറ്റവും കൂടുതൽ ക്യാൻഡിൽസ് ടച്ച് ചെയ്യുന്ന ഏരിയ ആണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ മാർക്കറ്റ് ടച്ച് ചെയ്ത് കാണുന്നുണ്ട്, കണ്ടോ? ആ ലെവൽസ് മാർക്ക് ചെയ്യാം.
ഇവിടെയും മാർക്ക് ചെയ്യാം. നമ്മൾ ഷോർട്ട് സെല്ല് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ടാർഗറ്റായിട്ട് ഈ ഒരു ലെവലാണ് കാണേണ്ടത്. ഇനി അപ് ട്രെൻഡിൽ പോവുകയാണെങ്കിൽ അടുത്ത നമ്മൾ റെസിസ്റ്റൻസ് ആണ് മാർക്ക് ചെയ്യേണ്ടത്. അടുത്ത റെസിസ്റ്റൻസ് ലെവൽ മാർക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ഇതിന് മുമ്പ് റെസിസ്റ്റൻസ് വന്നിട്ടുണ്ടായിരുന്നു. ആ ലെവൽസ് ഒന്ന് മാർക്ക് ചെയ്യാം. ഈ ഒരു ലെവലും മാർക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് സപ്പോർട്ടും റെസിസ്റ്റൻസ് ലെവൽസ് കിട്ടിയിട്ടുണ്ട് ബജാജ് ഫിനാൻസിൻ്റെ. ഇനി നമുക്ക് അടുത്ത സ്റ്റോക്ക് നോക്കാം. അപ്പുറത്തത് ഡിമാർട്ടാണ്. ഇപ്പോൾ 4200 ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് നിൽക്കുന്നത്. അപ്പോൾ മാർക്കറ്റ് ഇപ്പോൾ 4202 ട്രേഡ് നടക്കുന്നത്. അപ്പോൾ തൊട്ടടുത്ത് തന്നെയാണ്. നമുക്ക് ഡിമാർട്ടിൻ്റെ ചാർട്ട് ഓപ്പൺ ചെയ്ത് ആ ലെവൽസ് ഒന്ന് മാർക്ക് ചെയ്യാം. 5 മിനിറ്റ് ചാർട്ടാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അതിന് നമുക്ക് ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ള ലെവൽസ് മാർക്ക് ചെയ്യാം. 4200. ഈ ലെവൽസിന് തൊട്ടടുത്ത് ഏതെങ്കിലും സപ്പോർട്ട് റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ ആ ഒരു ലെവലും കൂടി മാർക്ക് ചെയ്യാം. ഇപ്പോൾ ഇവിടെയും നമുക്ക് ലെവൽ മാർക്ക് ചെയ്ത് വെച്ചേക്കാം. ഇത് നമ്മുടെ ലെവൽസിൻ്റെ മുകളിലാണ് 5 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് ട്രേഡ് ചെയ്യണത്. അപ്പോൾ നമുക്കൊരു ബൈ ആക്റ്റീവ് ആയിട്ടുണ്ട്. അത് നമുക്കൊരു ബൈ എടുക്കാവുന്നതാണ്. ഇത് നമ്മൾ ടാർഗറ്റായിട്ട് കാണേണ്ടത് നിയറസ്റ്റ് റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ ഇവിടെ ഒരു ഹൈ വന്നിട്ടുണ്ടായിരുന്നു. അതായിരിക്കും നമുക്കിപ്പോൾ റെസിസ്റ്റൻസ് ആയിട്ട് വരുന്നത്. അപ്പോൾ അതന്നെ നമുക്ക് ടാർഗറ്റായിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ മാർക്കറ്റ് ആ ലെവലിൽ ഹിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടാർഗറ്റാണ്. ബിസോഫ്റ്റ് ഇപ്പോൾ നമ്മുടെ ലെവൽസിൻ്റെ മുകളിലാണ് ട്രേഡ് നടക്കുന്നത്. അപ്പോൾ നമ്മുടെ സെല്ല് ഇപ്പോൾ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം 5 മിനിറ്റ് ക്യാൻഡിൽ നമ്മുടെ ലെവൽസിന് മുകളിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇവിടുന്ന് ബൈ ആണ്. അപ്പോൾ ഈ ലെവലിൽ നമ്മൾ ബൈ എടുക്കുകയാണെങ്കിൽ അതിന് തൊട്ട് മുകളിലത്തെ റെസിസ്റ്റൻസ് ആണ് നമ്മുടെ ടാർഗറ്റായിട്ട് കാണേണ്ടത്. അതുകൊണ്ട് ബൈ ആക്റ്റീവ് ആയിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ട്രേഡ് നമുക്ക് ബിസോഫ്റ്റ് സ്റ്റോപ്പ് ലോസ് ആയിരുന്നു. രണ്ടാമത്തെ നമ്മൾ ബൈ എടുത്തിരിക്കുകയാണ്. ഡിമാർട്ട് നമ്മുടെ ടാർഗറ്റോടെ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ എക്സാക്ട് നമ്മുടെ ലെവലിൽ ടച്ച് ചെയ്ത് മാർക്കറ്റ് താഴെ വന്നു. വീണ്ടും നമ്മുടെ ആ സപ്പോർട്ട് ലെവലെടുത്ത് മാർക്കറ്റ് വീണ്ടും തിരിച്ചു കയറാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ടാർഗറ്റോടെ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ടാർഗറ്റ് ഹിറ്റാണ്. നമുക്കിവിടെ കാണാൻ സാധിക്കും എക്സാക്റ്റ് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന ആ ഒരു ലെവൽ ടച്ച് ചെയ്തിട്ടാണ് മാർക്കറ്റ് താഴേക്ക് വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ വീണ്ടും ആ ഒരു എക്സാക്റ്റ് ലെവലെടുത്ത് മാർക്കറ്റ് സപ്പോർട്ട് എടുത്ത് തിരിച്ചു കയറാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ ജിൻഡൽ സ്റ്റീൽ ടാർഗറ്റ് ആയിട്ടില്ല. ബിസോഫ്റ്റും അപ്സൈഡ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ബജാജ് ഫിനാൻസ് നല്ല രീതിയിൽ അപ്സൈഡ് കയറിപ്പോയിരുന്നു. കണ്ടോ, നല്ല രീതിയിൽ നമ്മുടെ ആ റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ചെയ്തു. 5 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ബൈ ആണ്. അപ്പോൾ ഈ ലെവലിൽ നമുക്ക് ബൈ എടുക്കാം. നല്ലൊരു ബൈ പ്രഷർ വന്നിട്ടുണ്ട് ഇവിടെ. ഇത് നമുക്ക് അടുത്ത റെസിസ്റ്റൻസ് ലെവൽ നോക്കാം. അപ്പോൾ ഈ ഒരു ഏരിയയിൽ ഒരുപാട് ക്യാൻഡിൽസ് ടച്ച് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. ആ ഒരു ലെവലാണ് നമ്മുടെ ടാർഗറ്റായിട്ട് കാണേണ്ടത്. കണ്ടോ, ആ ലെവൽ നമുക്ക് ടാർഗറ്റായിട്ട് കാണാം. അടുത്ത സ്റ്റോക്ക് CDSൽ വന്നിട്ടുണ്ട്. അപ്പോൾ CDSൽ ഹൈസ്റ്റ് ഓപ്പണേഴ്സിന് തൊട്ടടുത്ത് തന്നെയാണ് ഇപ്പോൾ LTP ട്രേഡ് നടക്കുന്നത്. നമുക്ക് CDSലെ ചാർട്ട് ഒന്ന് ഓപ്പൺ ചെയ്യാം. നമുക്ക് ആദ്യം ഹൈസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ള ലെവൽസ് ഒന്ന് മാർക്ക് ചെയ്യാം. ഇപ്പോൾ 1800 ഹൈസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ള ലെവൽസ്. ഇതിന് തൊട്ടടുത്ത് സപ്പോർട്ട് റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ ആ ഒരു ലെവലും കൂടി മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ലെവൽസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് 5 മിനിറ്റ് ക്യാൻഡിലിനെ ക്ലോസ് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എൻട്രി എടുക്കുന്നത്. ഇനി അടുത്ത സ്റ്റോക്സ് MGLാണ്. ഹൈസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റിൻ്റെ അടുത്ത ട്രേഡ് എടുക്കുന്നത് MGLാണ്. അപ്പോൾ നമുക്ക് MGLൻ്റെ ചാർട്ട് ഒന്ന് ഓപ്പൺ ചെയ്യാം. നമുക്ക് ലെവൽസ് ഒന്ന് മാർക്ക് ചെയ്യാം. 1320 ഹൈസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ള ലെവൽസ്. ഇതിന് തൊട്ട് താഴെ സപ്പോർട്ട് റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ ആ ലെവലും കൂടി മാർക്ക് ചെയ്യാം. ഈ ലെവൽ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മാർക്കറ്റ് ഇപ്പോൾ സപ്പോർട്ട് എടുത്ത് 5 മിനിറ്റ് ക്യാൻഡിൽ മുകളിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇവിടുന്ന് ബൈ എൻട്രി ആണ്. ആ ഒരു സപ്പോർട്ട് എടുത്ത്
മാർക്കറ്റ് 5 മിനിറ്റ് കഴിഞ്ഞ് മുകളിൽ ക്ലോസ് ചെയ്തതുകൊണ്ടാണ്. ഇത് നമ്മുടെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ റീസെൻറ്റ് വന്ന റെസിസ്റ്റൻസ് ലെവൽ. അപ്പോൾ ഇതാണ് റീസെൻറ്റ് വന്നിട്ടുള്ള റെസിസ്റ്റൻസ് ലെവൽ, ആ ലെവൽ കൊണ്ട് മാർക്ക് ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മുടെ ടാർഗറ്റ്. ഓക്കെ, ബജാജ് ഫിനാൻസ് ഇപ്പോൾ നല്ല രീതിയിൽ അപ്സൈഡ് കയറുന്നുണ്ട്. നമുക്കിവിടെ കാണാൻ സാധിക്കും നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന ലെവൽ സപ്പോർട്ട് എടുത്തിട്ട് ആണ് തിരിച്ച് കയറുന്നത് വീണ്ടും. ഓക്കെ, നമ്മൾ ടാർഗറ്റ് ഇവിടെ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ബജാജ് ഫിനാൻസ് നമ്മുടെ ടാർഗറ്റ് ഈ ഒരു പോയിന്റിൽ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ബജാജ് ഫിനാൻസ് വീണ്ടും നമ്മുടെ റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ചെയ്ത് അപ്സൈഡ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്ത ലെവൽസ് എവിടെയാണെന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. ഇനി ഈ ഒരു ഏരിയയിലാണ് അടുത്ത റെസിസ്റ്റൻസ് ലെവൽ വരുന്നത്. അപ്പോൾ ആ ലെവൽസ് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ ബജാജ് ഫിനാൻസിന് നല്ല അപ് ട്രെൻഡാണ്. അപ്പോൾ ആ ഒരു റെസിസ്റ്റൻസും ബ്രേക്കൗട്ട് ചെയ്യാൻ പോവുകയാണ്. പിന്നെ ഈ റെസിസ്റ്റൻസും ബ്രേക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ അടുത്ത റെസിസ്റ്റൻസ് എവിടെ നമുക്ക് നോക്കാം. അപ്പോൾ ലെവൽസ് ബ്രേക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത റെസിസ്റ്റൻസ് വരുന്നത് ഈ ഒരു ഏരിയയിലാണ്. നമുക്കിവിടെ കാണാൻ സാധിക്കും ഒരുപാട് ക്യാൻഡിൽസ് ഈ ഒരു ഏരിയയിൽ ടച്ച് ചെയ്യുന്നുണ്ട്. ആ ലെവൽസ് ഒന്ന് മാർക്ക് ചെയ്യുക. ഇപ്പോൾ ബജാജ് ഫിനാൻസ് നല്ല രീതിയിൽ ബുള്ളിഷ് ട്രെൻഡാണ്. CDSൽ ഇപ്പോൾ നമ്മൾ ലെവൽ ബ്രേക്കൗട്ട് ചെയ്ത് 5 മിനിറ്റ് ക്യാൻഡിൽ താഴെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പോയിന്റിൽ നമുക്ക് സെല്ലാണ്. അപ്പോൾ നമുക്കിവിടെ നിന്ന് സെല്ല് ചെയ്യാവുന്നതാണ്. ഈ ഒരു പോയിന്റിൽ സെല്ല് ചെയ്യാം. ഇതിന് തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ നോക്കാം. ആ ഒരു ലെവലായിരിക്കണം നമ്മൾ ഷോർട്ട് സെല്ലിൻ്റെ ടാർഗറ്റായിട്ട് കാണേണ്ടത്. ഈ ഒരു ലെവലാണ് നമ്മൾ കാണുന്നത് ടാർഗറ്റായിട്ട്. കാരണം അവിടെ സപ്പോർട്ട് എടുത്തിട്ടുണ്ട് മാർക്കറ്റ്, അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ലെവൽ ടാർഗറ്റായിട്ട് കാണുന്നത്. അപ്പോൾ ബജാജ് ഫിനാൻസ് നമുക്കിവിടെ കാണാൻ സാധിക്കും നല്ല രീതിയിൽ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ എല്ലാ റെസിസ്റ്റൻസ് ലെവലും ബ്രേക്ക് ചെയ്ത് അപ്സൈഡിൽ പോവുകയാണ്. അപ്പോൾ നല്ല രീതിയിൽ ബുള്ളിഷാണ്. നല്ല രീതിയിൽ വോളിയം കയറുന്നുണ്ട് ബജാജ് ഫിനാൻസിൽ നിന്ന്. ഇപ്പോൾ ഇവിടെ ഒരു റെസിസ്റ്റൻസ് ലെവൽ ഉണ്ടായിരുന്നു, ആ ലെവലും നല്ല രീതിയിൽ ബ്രേക്കൗട്ട് ചെയ്ത് കയറാണ് മാർക്കറ്റ്. ഓക്കെ, CDSൽ നമ്മുടെ ടാർഗറ്റ് ഇവിടെ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു സപ്പോർട്ട് ലെവൽ മാർക്കറ്റ് ടച്ച് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ടാർഗറ്റ് ഹിറ്റാണ്. JSL നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഉണ്ടോ, ഈ ഒരു പോയിന്റിൽ ടച്ച് ചെയ്തിട്ടുണ്ട് മാർക്കറ്റ്. ഇപ്പോൾ 1:2 റിസ്ക് റിവാർഡാണ് നമ്മൾ വെച്ചിരുന്നത്. അപ്പോൾ ഇതിന് മുമ്പ് നമുക്ക് റെസിസ്റ്റൻസ് ലെവലൊന്നും കണ്ടിരുന്നില്ല, അതുകൊണ്ടാണ് നമ്മൾ 1:2 റിസ്ക് റിവാർഡ് വെച്ചത്. അപ്പോൾ നമ്മുടെ ഈ ഒരു പോയിന്റിൽ നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട് JSLൽ. MGL നമ്മുടെ ടാർഗറ്റോട് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ കാണാൻ സാധിക്കും CDSൽ എക്സാക്റ്റ് നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്ത് മാർക്കറ്റ് ആ ഒരു സപ്പോർട്ട് തിരിച്ച് കയറിയിരിക്കുന്നത് കണ്ടോ. എക്സാക്റ്റ് ലെവലിൽ ടച്ച് ചെയ്ത് തിരിച്ച് കയറി സപ്പോർട്ട് എടുത്ത്. ഡിമാർട്ടോ തന്നെ നമ്മൾ വർച്ചിരിക്കുന്ന റെസിസ്റ്റൻസ് ടച്ച് ചെയ്ത് മാർക്കറ്റ് താഴേക്ക് വരാണ്. ബിസോഫ്റ്റ് ബൈ നമ്മൾ ആക്റ്റീവ് ആയിട്ടുണ്ട്, ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടില്ല, ആ ഒരു ലെവലിൽ തന്നെ നിൽക്കുകയാണ് മാർക്കറ്റ്. ബജാജ് ഫിനാൻസ് നല്ല രീതിയിൽ അപ്സൈഡ് കയറിപ്പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് ക്ലോസ് ചെയ്യാറായിട്ടുണ്ട്. അപ്പോൾ ബിസോഫ്റ്റ് മാത്രം നമുക്ക് ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ ഇവിടെ ബൈ ആക്റ്റീവ് ആയി ഉണ്ടായിരുന്നു. എക്സാക്ട് നമ്മൾ മാർക്ക് ചെയ്ത ലെവൽ സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് തിരിച്ച് കയറി ആ ഒരു റെസിസ്റ്റൻസ് ലെവലിന് തൊട്ട് അടുത്ത് വരെ വന്നു, പക്ഷേ നമ്മുടെ റെസിസ്റ്റൻസ് ലെവലിൽ ടച്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ നമ്മൾ ബൈ ചെയ്ത ആ ലെവൽസ് തന്നെയാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പോൾ ആദ്യം ബിസോഫ്റ്റ് നമുക്കൊരു സെൽ എൻട്രി വന്നു, അത് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തു. പിന്നെ നമുക്ക് ബൈ എൻട്രി വന്നത്, അപ്പോൾ ജസ്റ്റ് ആ ഒരു ടാർഗറ്റിൻ്റെ തൊട്ടടുത്ത് വരെ വന്നിട്ട് താഴേക്ക് വരാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ മാർക്കറ്റ് ഇപ്പോൾ ക്ലോസ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. അതായത് നമ്മൾ ബൈ എൻട്രി എടുത്തിരിക്കുന്ന ആ ഒരു ലെവലിൽ തന്നെയാണ് ഇപ്പോൾ മാർക്കറ്റ് ക്ലോസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സ്കാൽപ്പിങ്ങിൻ്റെ ലെവൽസ് ചാർട്ടിൽ മാർക്ക് ചെയ്ത് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത ദിവസങ്ങളിലും ഞാനിത് ബേസ് ചെയ്ത് വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സ്കാൽപ്പിങ്ങിനെ പറ്റി കൂടുതലൊരു ഐഡിയ കിട്ടുമെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എനിക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് നല്ല സ്ട്രാറ്റജീസ് വീഡിയോസ് ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും അടുത്ത ദിവസം വരാം. അതുവരെ നന്ദി, നമസ്കാരം.